അവളോട് പറയാന്നല്ലോ ഉണ്ടെങ്കിൽ. എന്നല്ല മട്ടത്തിന് ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ നമ്മുടെ VV380 പൂവന്മാരാണ്. നമുക്കങ്ങനെ കിട്ടത്തില്ല. ഇവർ പെടേ മാത്രമേ തരാറുള്ളൂ സാധാരണ. അങ്ങനെ അബദ്ധത്തിൽ കയ്യിൽപ്പെട്ട VV380 പൂവനാണ്. അപ്പോൾ ഇവരെ നമ്മൾ കൊത്തുമുട്ടയ്ക്ക് വേണ്ടി ഇട്ടേക്കുന്ന. ഭയങ്കര മഴയായിരുന്നു. മഴയൊന്ന് തോർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോത്തിനെ അഴിച്ചു മാറ്റി കെട്ടണം. എല്ലാ പോത്തും മേളിലുണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞാൻ കൂടെ പോത്തിനെ അഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. താറാമക്കളെ നഷ്ടപ്പെട്ട താറാവിൻ്റെ ഇരിപ്പ് നോക്കൂ. ഇന്നലെ ചാടിയതോ? ഒരെണ്ണം അവിടെ ഉണ്ട്. എന്താ മഴ നോക്ക്. അല്ല എന്താ മേഘം. നല്ല മഴക്കോളാട്ടോ. തകർത്ത് പെയ്യും. നീ പോവാണ്. ഈ ക്യാമറ പിടിച്ചോ. മറ്റേ രണ്ടെണ്ണത്തിനെ കുഞ്ഞാവ് ഇപ്പം അഴിച്ചോണ്ട് വരും. ബാ എല്ലാം അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി. ബാ അല്ല അവരെല്ലാം അങ്ങോട്ടാണോ പോയേ? അവര് കൂട്ടിപ്പോയോ? മറ്റൊന്ന് കയറ് കെട്ടി കിട്ടില്ല. എന്നെ കുത്തുവാ. നമ്മുടെ ഓസിൽ വെള്ളം വരുന്നില്ലേ? ഇവിടെ എന്തോ ഒരു തകരാറ് പോലെ ഉണ്ടല്ലോ. നമ്മുടെ പൈപ്പിൽ വെള്ളം വരുന്നില്ല. അപ്പോൾ തോട്ടിൽ പോയിട്ട് ഓസ് ഊത്തണം. മണ്ണ് കയറിയ അങ്ങാടെ ഓസ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ തന്നെയാണ്. ഓസ് ഊത്തിയിട്ട് വരാം.
വെള്ളത്തിൽ കളിക്കല്ലോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കൂടെ പറഞ്ഞല്ലോ വിടൂ. വയ്യാത്തോണ്ട് പറയാൻ പറ്റുന്നില്ല. വർത്താനം പറയാൻ കുഴപ്പമില്ല. നമ്മൾ ഓസ് കൂത്താൻ പോവാട്ടോ. അങ്ങ് മേളി മല വരെ പോണം. റോഡിൽ വലയിട്ട് മീൻ പിടിക്കുന്ന കണ്ടുണ്ടോ റോഡിൽ? അതെ, പോത്ത് വരുന്നുണ്ട് മോനെ. കുരുങ്ങി കുരുങ്ങി കുരുക്കി കുരുക്കി. അതായത് ഗേറ്റ് തുറന്നാ പോത്തന്മാരെ അപ്പുറം പറമ്പി കെട്ടാൻ വേണ്ടിയിട്ട് അമ്മമാർ ഒറ്റ ഓട്ടം ഇറങ്ങി. കുഞ്ഞാവ പുറകെ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാവേയും കാണാനില്ല, 2 പോത്തിനെയും കാണാനില്ല. കണ്ടു കിട്ടുന്നവരെ ഇനി അയ്യോ എവിടെ പോയി? ഞാൻ ചുമ്മാ റോഡിൽ തെക്ക് വടക്ക് നടക്കുക. ഞങ്ങൾ തോട്ടിൽ പോസ് കൂത്താൻ വേണ്ടി പോകാൻ ഇറങ്ങിയതാ. എവിടെ പോയി കണ്ടുപിടിക്കും? എവിടെ പോയി കണ്ടുപിടിക്കും? ആറ്റിലൊക്കെ നല്ല വെള്ളമുണ്ട്. മഴയുണ്ടാവും, ഫോണും എടുത്തില്ല. എങ്ങോട്ടാ എങ്ങോട്ടാ പിടിച്ച അറിയത്തില്ല. അവന്മാർ പിടിച്ചാൽ കിട്ടത്തുമില്ല. അവന്മാരെ എൻ്റെ നിൽക്കത്തില്ല. ഒരു കിട്ട ഞാൻ മുന്നിലോട്ട്. അപ്പം അള്ളുങ്ക വരെ പോയി. ഇന്ന് എൻ്റെ കയ്യിലായിരുന്നു പോത്ത്. ഇന്ന് എനിക്കിന്ന് കിട്ടും. എന്തോ വരുന്നു. പോത്തിനെ ഓടിച്ച അള്ളുങ്ക കാട് വരെ പോയെന്ന് തോന്നുന്നു. അങ്ങ് വരെ പോയായിരുന്നോ? ഇവർക്കോ? ഇല്ല, അവരെ പറമ്പിൽ കെട്ടാതിരിക്കും. ഇന്നലെ കെട്ടിയിട്ടില്ലേ? ഗേറ്റ് തുറന്ന് ഇറങ്ങി ഒരു ഓട്ടോ റോഡിൽ. പുറകെ ആളുണ്ടെങ്കിൽ എങ്ങോട്ടാ? ഈശ്വര, ഇന്ന് കുത്തു പോകുന്നു. എൻ്റെ കൈ നിൽക്കത്തില്ല കുഞ്ഞാ. നീ ഓടിയാ അവരോടും. ആ ഓടിച്ചിട്ട് നാം പിടിക്കാനാണോ? ചെരുപ്പും കളഞ്ഞിട്ട് ദേ പോന്നു. ചേടാ, മറ്റവനെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഇവനാണെ മറ്റവനെ പിടിച്ചാൽ നിൽക്കും. മറ്റവനെ കിട്ടിയിട്ടില്ല. അടുത്ത് ഇവനെ പിടിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. ഇവനെ കാണുമ്പോൾ ഓടുക. ഓ ആയി നോക്കി നിൽക്കുന്നു. പിടിച്ചിട്ടില്ല. അടുത്ത് ചെല്ലുമ്പോൾ ഓടുക. ഇതിനെ കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ അതിങ്ങി വരും. ആലോചിച്ച് നിൽക്കുക മറ്റവൻ. രാവിലെ കുറേ ഓടി കേട്ടോ. ഇതിനെ ഒന്ന് മാറ്റിക്ക് വരുമോന്നറിയാം. എവിടെ വരെ പോയായിരുന്നു ഒരാളെങ്കിൽ? ഞാൻ വല്ല കൃഷിയും പോയി തിന്നോടാ. ഇവനെ ഈ പോസ്റ്റലെങ്ങാനും കെട്ടിയിട്ട് പോയി അവനെ പിടിച്ചാലോ? ഒറ്റയ്ക്ക് നിൽക്കില്ലെന്നാണ് കുഞ്ഞാവ് പറയുന്നത്. പക്ഷേ ഈ നമ്പർ പോത്തിനറിയാം. അവൻ അവിടുന്ന് അല്ലങ്ങിയിട്ടില്ല കുഞ്ഞാ. ആ പോസ്റ്റേ കൊണ്ട് കെട്ടെ. ഇങ്ങോട്ട് വാടാ.
എന്നെ കണ്ടപ്പോൾ അവന് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വിളിക്കുന്നോ? ഞങ്ങൾ പോവാ, നീ അവിടെ ഒന്നും ഒറ്റയ്ക്ക്. ഒരുത്തനെ ഇവിടെ കൊണ്ട് കെട്ടിയേ, ശരിയാക്കി കൊടുക്കാം. നീ വല്ല ടാക്സി വിളിച്ച് പോയി അപ്പുറത്ത് ഇറങ്ങിയിട്ട് അവനെ ഇങ്ങോട്ട് ഓടിച്ചുവിട്, അതായിരിക്കും നല്ല. വടിയൊക്കെ എടുത്തോട്ട് പോയാ കിടൂരെ പേടിപ്പിക്കുന്ന പോലെയാ. ഒരു വിധത്തിയതെ എന്താ ഇത്ര പേടിയവനെ. രാവിലെ ഇത്ര ഓടിച്ചതിന് പോത്തിനോട് പ്രതികാരം വിടേണ്ട. ഒരു പോത്തിനെ ഇവിടെയും കെട്ടി, ഒരു പോത്തിനെ അവിടെയും കെട്ടി. തമ്മിൽ കാണണ്ടാന്ന്, അതാണ് പണിഷ്മെൻറ്റ്. സാരമില്ല, ഞാൻ വന്ന് മാറ്റിക്കട്ടെ. ആദ്യം ഒന്ന് അടങ്ങി, എന്തോരം ഓടിച്ചത്. റോഡിൽ നിന്ന് മാറിക്കേ. ഞങ്ങൾ ഹോസ് കുത്താൻ വേണ്ടി തോട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽവശം ഒന്ന് കാണിച്ചു തരുമോ, ഒന്ന് മുകൾ ഭാഗം, കുറച്ച് ഭാഗം കാണിച്ചു തരാവേ. അച്ചാച്ചിൻ്റെ വെളിച്ചെണ്ണ ചെറിയ കുട്ടിയൊക്കെ കൊണ്ടുവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതിനൊരു കോര വഴി. ഈ കാട് കയറി നമ്മൾ മേളിലെത്തണം. അതെവിടാ? താഴെങ്ങാണ്ടേ ഒഴുകി പോയാന്തോ. വെള്ളച്ചാട്ടം അവിടെ, നമ്മൾ പോകുന്ന അതിൻ്റെ പൊക്കത്തിൽ. കണ്ടോ ഓസ് ഇട്ടേക്കുന്നത് കണ്ടോ? വീട് കണ്ടോ? നമ്മുടെ പുല്ല് കണ്ടോ? അപ്പോൾ വെള്ളം വരുത്തി ഇവിടെ ഫോഴ്സ് കുറവാ. ആ കുഴപ്പമില്ല. ദാണ്ടേ പോന്നു. എന്നോട് വരണ്ടാന്ന്, അങ്ങനെ ഇവനെ ഞാൻ ഒറ്റയ്ക്ക് വിടുവോ? പെണ്ണാണി ഉണ്ടെങ്കിൽ ഓക്കെ, നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലടാ. എന്ത് വന്നാലും ഒറ്റയ്ക്ക് വിടത്തില്ലടാ. കുടുങ്ങി. ഇതിപ്പോൾ കാണുന്ന ചിലർക്കെങ്കിലും തോന്നും വേറെ പണിയൊന്നും ഇല്ലെന്ന്, പക്ഷെ വെള്ളം കുടിക്കണ്ടേ? നമുക്ക് 2 മോട്ടറായിരുന്നു ഉള്ളത്. ഒന്ന് നമ്മുടെ കിണറ്റിലും 2 നമ്മുടെ ആറ്റിലും. കിണറ്റിലെ മോട്ടറിലും മണ്ണ് കയറി അടിഞ്ഞു. ആറ്റിലെ മോട്ടർ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇനി നല്ലോണം കുറഞ്ഞിട്ട് വേണം നോക്കാൻ. ഇവിടെ അടുത്ത ജോയിൻ്റ് ഇവിടെ ഉണ്ടോ? അപ്പം ഈ ജോയിൻറ്റിലും വെള്ളമുണ്ട്. ഇത് വേറൊരാളുടെ പറമ്പാട്ടോ. കണ്ട കാവ് പോലെ ഇങ്ങനെ കിടക്കാം. എത്ര കാട്ടുമരങ്ങളാണ് ഉള്ളതെന്ന് നോക്കി. ഇതിനകത്ത് റബ്ബറൊന്നുമില്ല, മൊത്തം കാട്ടുമരങ്ങളാണ്. എന്തോരം കാട്ടുമരങ്ങളാന്ന് നോക്കി. ഇത് മറ്റേ ഈട്ടിയല്ലല്ലോ, മറ്റേ വെട്ടിയോ? എന്താ ഒരു മരം, മേളുവശം കണ്ടിട്ട് വേണ്ടേ, കണ്ണ് കാണാതെ ഞാൻ എന്തോ പറയാനോ. എന്തൊക്കെയോ കുറേ മരങ്ങളുണ്ട്. ഈ പറമ്പുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും, എന്നിട്ട് ഇങ്ങനെ ഒഴുകി നടക്കും.
കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ ഉറവ പൊട്ടി ഇങ്ങനെ വരും. ഹൊയ് ഹൊയ്, ഇതേ അടുത്തേ ഹൊയ് ഹൊയ്, കണ്ടോ. ഒന്ന് ഇത് ഇരട്ടകളാണ്, ഇരട്ട ഉറവയാണ്. ഇനിയുണ്ട്, ഇനി ചെറിയൊരു തോടുകൂടെ ഉണ്ട്. കാലൊക്കെ മുങ്ങി പോയി. ഒന്ന് ദേ അടുത്ത വെള്ളം വരുന്നുണ്ടോ കുഞ്ഞാ, ഇതേ ഒഴുകുന്നു. അയ്യോ 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 അയ്യോ. ആ എന്താ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നും, മഴയത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ നമ്മളിങ്ങനെ ആണ്, നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. പിന്നെ മഴ സമയം ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ടൊക്കെ പോകില്ല. മഴ തോരുമ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുത്താനൊക്കെ പോകാണ്ട് നമുക്ക് വേറെ വഴിയില്ല, നമ്മളിങ്ങനെ പോവും. ഇത് പിന്നെ ആരാൻ്റെ പറമ്പാ കാട് കയറി നിൽക്കുന്നത്, നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ, നമുക്ക് ആ വഴിയേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വന്ന് ഇപ്പോൾ നമ്മൾ എവിടെ എത്തി അറിയാമോ? നമ്മുടെ പറമ്പിൻ്റെ മുകൾ ഭാഗത്തെത്തി. എവിടെ? നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നടൂലേ, അവിടെ എത്തി. ദോ ആ തെളിഞ്ഞു കാണുന്ന നമ്മുടെ പറമ്പാ, ദോ നമ്മുടെ ഫാം, വീട് താഴെ ഇവിടെ കണ്ട വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണുന്നില്ലേ നമ്മുടെ. അപ്പോൾ നമ്മൾ ഈ സൈഡിലെത്തി. ഇതും നമ്മുടെ പറമ്പല്ല കേട്ടോ. ഓയ്യോ, അതോ നമ്മുടെ വെള്ളച്ചാട്ടം, നമ്മുടെ ഷെഡും വെള്ളച്ചാട്ടം കണ്ടോ. നമ്മൾ ഏത് സൈഡിലെത്തിയെന്ന് മനസ്സിലായില്ലേ? അയ്യോ, അങ്ങനെ ഇവിടെയാണ് തോടുകളുടെ സംഗമം. ഇങ്ങനെ ഒരു തോട് വരുന്നു, അങ്ങനെ ഒരു തോട് വരുന്നു, രണ്ടും കൂടെ നമ്മുടെ പറമ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നു. കാണിച്ചു തരാം. കണ്ടോ തോടുകൾ സംഗമിക്കുന്നേ? ഇതാണ് സംഗമ സ്ഥലം. ആ ഇവിടെ കുളിക്കല്ലേ. എസ് പിള്ളയും എൻ്റെ ടീം. നമുക്ക് തല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തോർത്തുന്നുണ്ട് കേട്ടോ. നനഞ്ഞ് നടന്നു എന്ന് നീ വിചാരിക്കണ്ട. പട്ടിക്ക് ഇല്ല, ഞാനേ തീ എത്തിക്കട്ടെ, നീ പോയിട്ട് നോക്കിട്ടോ ടാങ്കിൽ വെള്ളം വരുന്നുണ്ടോ നോക്കാം. അപ്പോഴത്തേക്ക് ഞാൻ പട്ടിക്ക് തീ വെക്കട്ടെ. എന്ത് പോത്ത് നെമാർ കുടിച്ചിട്ട് ചോറ് വെക്കാം അല്ലേ?